വെൽക്കം ബാക്ക് ടു ആഷ് ഡിസൈൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു കുർത്തയിലുള്ള ഡിസൈനാണ്. അപ്പോൾ ഞാനത് ചെയ്തത് ഒരു 5 days ട്യൂട്ടോറിയൽ സെക്ഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അൽഫോൺസോ കോളേജിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ടായിരുന്നു അത് ചെയ്തത്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 5 days ആകുമ്പോൾ ലാസ്റ്റ് ഡേയിൽ ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്തത്. അപ്പോൾ ആ ഡിസൈൻ പാറ്റേൺ വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനായിരുന്നു. സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും വരയ്ക്കാനാണെങ്കിലും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയുടെ ഡിസൈനാണ് വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കണം. പിന്നെ ആർക്കെങ്കിലും പ്രൈസ് ഡീറ്റെയിൽസോ ഇതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസോ ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ ഒരു കസ്റ്റമറിന് കൊടുക്കുന്ന റേറ്റിനായിരിക്കില്ല നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അത് നമ്മൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ടാണ് ഈ മെറ്റീരിയലും വർക്കും ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിസൈന് പല റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഡിസൈൻസ് ഒക്കെ ചെയ്തതാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മോഡൽസ് കാണണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള മോഡൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വർക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന 3 ത്രെഡുകൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ ത്രെഡ് നമ്പേഴ്സ് പറഞ്ഞുതരാം. ഒരെണ്ണം ആഷ് കളറാണ്. ഇതിൻ്റെ ത്രെഡ് നമ്പർ വരുന്നത് 0235 ആണ്. പിന്നെ നേവി ബ്ലൂ കളറ്, ഇതിൻ്റേത് വരുന്നത് 0149. പിന്നെ ഒരു പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത്, ഇത് 062. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാനിതിൽ സ്റ്റെം സ്റ്റിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നേവി ബ്ലൂ കളർ വെച്ചിട്ടാണ് ഇതിൽ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയൊരു കർവ് പോലെയുണ്ട്. അപ്പോൾ അവിടെ തൊട്ടിട്ട് ഇത് ചെയ്ത് തുടങ്ങാം. നമ്മളിങ്ങനെ നീഡിൽ കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നീഡിൽ ഒന്നുകൂടെ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ നീഡിലെടുത്തിട്ട് ത്രെഡ് വലിച്ചെടുക്കുക. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ചെയ്തെടുക്കുക. ഒരുപാട് ഗ്യാപ്പ് ഇടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഇത് ത്രെഡ് 6 strandsലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 strands എടുത്തിട്ടും ഇങ്ങനെ സ്റ്റെം സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ ഫ്ലവറാണ് ചെയ്യുന്നത്. ഞാൻ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ഫ്ലവർ ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു സ്റ്റിച്ച് ബുള്ളിയൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സെയിം കളറിലാണ് അകത്തേത് കൊടുക്കുന്നത്. അപ്പം നമ്മളിതാ നീറ്റിലിങ്ങനെ കുത്തിയെടുത്തതിന് ശേഷം ഒന്നും കൂടെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ നീഡിൽ കുത്തിയെടുത്തേക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് വെച്ചിട്ട് ഒരു 6 തവണ ഇതിങ്ങനെ ചുറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇത് മെല്ലെ നീഡിൽ നിന്ന് നമ്മൾ ചുറ്റിയത് മെല്ലെ ഊരിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ വലിച്ചെടുത്ത് നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കിട്ടുന്ന പോലെ വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിരിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഇത് വലിച്ചിട്ട് വീണ്ടും ഇത് നീറ്റിലിങ്ങനെ താഴേക്ക് ഇറക്കി ഇതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഉള്ളിൽ ഈ ഒരു കളറാണ് ചെയ്യുന്നത്. ഇനി വരുന്നത് ഇതിൻ്റെ ഔട്ടറിൽ വേറെ 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഇവിടെ അടുത്ത സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ ആശ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ബുള്ളിയൻ ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചും ചെയ്താൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ നീറ്റിലെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു 10-15 ചുറ്റെടുക്കുന്നതിനുള്ളിലായിട്ട് ചെയ്താൽ മതി. ചെറിയ സ്റ്റിച്ച് മാത്രം മതി ഇതിൻ്റെ ഉള്ളിൽ. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തും ഒരെണ്ണം കൂടി ചെയ്യാം, സെയിം പോലെ തന്നെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ടറിൽ ഒരു ഫ്ലവറും കൂടെ ചെയ്യുന്നുണ്ട്. ഔട്ടറിൽ ഞാൻ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നീറ്റിലിങ്ങനെ കുത്തിയെടുക്കണം. അതിനുശേഷം നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഞാനൊരു 12 എണ്ണമാണ് എടുത്തത് ചുറ്റും. ഇതുപോലെ തന്നെ ഇതും ഒരു 12 ചുറ്റെടുത്തിട്ട് ചെയ്യാം. ബുള്ളിയൻ റോസ് ചെയ്യുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ബുള്ളിയൻ സ്റ്റിച്ചുകൾ 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് സെൻറ്ററിൽ ഒരു പെറ്റൽ മാത്രമേ ഇതിന് കൊടുക്കുന്നുള്ളൂ. ബാക്കി ചിലതിൽ ഞാൻ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടാണ് ചെയ്തത്. ചില ബുള്ളിയൻസിൽ ഞാൻ സെൻറ്ററിൽ 2 പെറ്റൽസാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ഔട്ടറിലെ പെറ്റൽസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 കളർ ത്രെഡ് വരുന്നത് കാരണമാണ് ഇതേപോലെ ബുള്ളിയൻ ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലവേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്റ്റെമ്മ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടയിലൂടെ ഫ്രഞ്ച് നോട്ട്സ് ആണ് ഇടുന്നത്. അതും സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ പിങ്കും ആഷും മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കത് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുമ്പം ഇതുപോലത്തെ ഡിസൈൻസൊക്കെ എഴുതാനും കാരണം കുറേ അടുത്ത് ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രഞ്ച് നോട്ട് ഒരുപാട് തിക്കാക്കി ഇടേണ്ട ആവശ്യമില്ല. കുറച്ച് സിംഗിളായിട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇത് ഒരുപാട് അടുപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരുപാട് ഡിസൈൻ ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ ഈ ചെയ്ത സ്റ്റെമ്മൊന്നും ഇപ്പം ഞാനിപ്പോൾ സെയിം കളർ ഏകദേശം വരുന്നത് പോലെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെമ്മൊന്നും അധികം എടുത്ത് കാണിക്കത്തില്ല. അപ്പോൾ ഈ 3 കളേഴ്സാണ് ഇതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് എടുത്ത് കാണണമെങ്കിൽ ഫ്രഞ്ച് നോട്ടും ഇതുപോലെ അകത്തി ഇട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ഇടയിൽ ആഷ് കളർ ത്രെഡും കൂടെ വെച്ചിട്ട് നമുക്ക് ഫ്രഞ്ച് നോട്ട്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കയ്യിൽ നമ്മളിങ്ങനെ വലിക്കുന്ന ഈ ത്രെഡ് അത് ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. നമ്മുടെ കയ്യിലൊരു ബാലൻസ് പോലെ അതിൻ്റെ ആ ഒരു അറ്റം പിടിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ത്രെഡിലാണ് നമ്മളുടെ ആ ഒരു ഇതിൻ്റെ ഫ്രഞ്ച് നോട്ടിൻ്റെ ഷേപ്പ് വരുന്നത്. ഒരുപാട് ടൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീഡിൽ താഴേക്ക് ഇറങ്ങി വരാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏകദേശം ഒരുപാട് ടൈറ്റ് ചെയ്യാതെയും ഇത്തിരി ലൂസ് ആക്കിയിട്ടിട്ടും ഈ ത്രെഡ് വലിച്ചു പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കണം.